ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖ് കേരളം വിട്ടെന്ന് സൂചന. കർണാടകത്തിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലെത്തി സിദ്ദിഖ് കീഴടങ്ങണമെന്ന് പോലീസ് കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി 24 മണിക്കൂർ പിന്നിടുമ്പോഴും നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. സിദ്ദിഖ് കേരളം വിട്ടതായും കർണാടകത്തിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്നും അന്വേഷണ സംഘം കരുതുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സിനിമാ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും വീടുകളിലും സ്ഥാപനങ്ങളിലും നിരീക്ഷണം ശക്തമാണ്. കൊച്ചി നഗരത്തിലെ ഹോട്ടലുകളിൽ പോലീസ് രാത്രി പരിശോധന നടത്തിയിരുന്നു. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകൾ കേന്ദ്രീകരിച്ചും സിദ്ദിഖിനായി തെരച്ചിൽ നടന്നു. കുട്ടമശ്ശേരിയിലെ വീട്ടിലെത്തി സിദ്ദിഖ് കീഴടങ്ങണമെന്ന് പോലീസ് സംഘം കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. അതേസമയം സിദ്ദിഖ് അഭിഭാഷകരുമായി ഫോണിൽ സംസാരിച്ചതായി വിവരമുണ്ട്. സിദ്ദിഖിന്റെ അപ്പീൽ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചാൽ വിധി വരും വരെ കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ ഹർജി പരിഗണിക്കും മുമ്പ് സിദ്ദിഖിനെ കണ്ടെത്താനായാൽ അറസ്റ്റ് രേഖപ്പെടുത്തും. 24 കൊച്ചി.